ഗായ്സ്, ട്രിപ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ട്രാവൽ വ്ളോഗാണ് ഗായ്സ്. വേറെ എങ്ങോട്ടുമല്ല, ദുബായ്ക്ക് നമ്മൾ പോവാണ് ബൈ റോഡ്. സോ ഇന്ന് തേഴ്സ്ഡേ ജൂലൈ 17 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് സൺഡേ ആണ് തിരിച്ചു വരിക. നമുക്ക് കുറച്ചധികം കാര്യങ്ങളൊക്കെ ദുബായിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. ഇതൊരു റോഡ് ട്രിപ്പും കൂടിയാണ്. ആൻഡ് എനിക്ക് അന്വേഷണം ഭയങ്കര ഇഷ്ടമുള്ളൊരു ജേണിയാണ് ദുബായ്ക്ക് ബൈ റോഡ് പോകാനായിട്ട്. അപ്പോൾ ഒരു 4-5 മണിക്കൂറിൽ നമ്മൾ ദുബായ് എത്തും. സോ ഇപ്പോൾ ഒരുപാട് ലേറ്റായ സ്ഥിതിക്ക് ഞാനിപ്പോൾ പോയി റെഡി ആവട്ടെ. എന്നിട്ട് വണ്ടി കയറിയിട്ട് സമാധാനമായി നിങ്ങളോട് വിശേഷമൊക്കെ പറയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗെറ്റ് റെഡി. റെഡിയാകാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി. നമുക്കിന്ന് ബ്രെഡും ഓംപ്ലേറ്റുമാണ്. അതെല്ലാം ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലസ് ഞാൻ കുറച്ച് ചിക്കൻ നഗറ്റ്സും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ബ്ലൂബെറിയും ഓറഞ്ചസും നട്ട്സും ബിസ്ക്കറ്റും ഒക്കെ ഞാൻ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ ഇടയിൽ നമുക്ക് കൊച്ചു കൊച്ചു വിശപ്പിൻ വിളി വരും. അപ്പോൾ ആ വിശപ്പൊന്ന് ആശ്വാസം കൊള്ളാനായിട്ട് നമ്മൾ കുറച്ചധികം ഫുഡ് ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്ര വലിയ കവറിൻ്റെ ആവശ്യമുണ്ടോ എന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. 100% ആയിട്ടും ആവശ്യമുണ്ട് ഗൈസ്. കാര്യം ഞാൻ ദുബായിലെ അമ്മയോട് ഒരു ലിസ്റ്റ് ഓഫ് കറികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആക്കി കൊണ്ടുവരണ്ടേ. ഈ കവറിലിരിക്കുന്നതെല്ലാം നമ്മൾ ദുബായിക്ക് അവർക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. കുറച്ച് സ്വീറ്റ്സും ബിസ്ക്കറ്റ്സും അഗർബത്തീസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഹൈലൈറ്റ് സാധനം. ഇത് ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്ന പുളിമിഠായാണ്. അനീഷ് പറഞ്ഞു അനീഷിനൊക്കെ കുട്ടിക്കാലത്ത് നല്ലോണം കഴിച്ചിരുന്നൊരു മിഠായാണ്, നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ടെന്ന്. ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കും ട്രൈ ചെയ്യാം. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്വാതിയെ കൊണ്ടും ട്രൈ ചെയ്യിപ്പിക്കാം. സ്വാതിക്ക് ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ കുറച്ചധികം ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ പാക്ക് ചെയ്തു. ഇനി ഞാൻ പോയി ഡ്രസ്സ് ചെയ്യട്ടെ. ഞാൻ ഈ ഒരു ഫ്രോക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഹെയർ ബണ്ണൊക്കെ കെട്ടി നമ്മുടെ ബാഗൊക്കെ സെറ്റാക്കി ഇറങ്ങാണ്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചത് കാരണം സടപടേന്ന് വേഗം തന്നെ റെഡിയായി നമ്മൾ ഇറങ്ങാണ്. നമ്മൾ ഇറങ്ങി ഗായ്സ്. അങ്ങനെ അനീഷ് വണ്ടി എടുക്കാൻ പോയേക്കാ. ഇറ്റ്സ് ടു ഹോട്ട്. യെസ്, അങ്ങനെ ഇപ്പോഴാണ് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നത് ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആകെ എല്ലാം കൂടി ഒരു തിരക്ക് ചടപടാന്നുള്ളതായിരുന്നു കാര്യം. നമ്മളിന്ന് ഇറങ്ങേണ്ടിയിരുന്നത് 8 മണിക്കാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതെല്ലാം അങ്ങനെയാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം തീർത്ത് 8 മണിയാകുമ്പോൾ നമ്മൾ പോകും. 6 മണിയാകുമ്പോൾ നമ്മൾ എണീക്കും. 8 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്ലാനിങ്. പക്ഷേ നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത് കർക്കിടകത്തിൻ്റെ കുറച്ച് ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ 3 മണിയായി. എന്നിട്ട് 6 മണിക്ക് എണീക്കുന്നത് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാരണമായതുകൊണ്ട് 8 മണിയായപ്പോഴാണ് നമ്മൾ എണീറ്റത്. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം 11:30 ആയിട്ടാണ്. അപ്പോൾ 3.5 മണിക്കൂർ നമ്മൾ ലേറ്റാണ്. ഓക്കെ, അപ്പോൾ രാവിലേക്ക് ആകെ അതിൻ്റെ ആയിട്ടുള്ള ഒരു തിരക്ക് ബഹളം ഒക്കെ ആയിരുന്നു വീട്ടിൽ. അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടൊരു ഹാഫ് ആൻ അവർ ആയി. അപ്പോൾ പോകുന്ന വഴിക്ക് അനീഷിനൊരു സർവേ ഉണ്ട്. അപ്പോൾ ആ സർവേയും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ദുബായിക്കുള്ള ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ അനീഷ് സർവേക്ക് പോകും, ഞാൻ വണ്ടിയിലിരിക്കും. ഞാനപ്പോൾ ഓൾറെഡി മൂവിക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനായിട്ട്. ചിലപ്പോൾ 1 മണിക്കൂറിൽ തീരും, ചിലപ്പോൾ സമയം എടുക്കും അല്ലേ. അതെ, അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ദുബായിക്ക് സോഹാർ വഴിയാണ്. കാര്യം അനീഷിന് സോഹാറിലാണ് സർവേ. അല്ലെങ്കിൽ നമ്മൾ ഏത് വഴിയാണ് പോവാറ് ദുബായിക്ക്? ഇത്ര ഒച്ചത്തിൽ പറയൂ. എക്സ്പ്രസ് ഹൈവേ അതും സോഹാറിന്റെ കവർ ചെയ്യാം. അതായത് ഞാൻ
ഇതിപ്പോഴാണ് കാണുന്നത്. അതായത് വെച്ചാൽ ഞങ്ങൾ മുന്നേ ഒരു വട്ടം പോയിട്ടുണ്ട് ഈ വഴി, പക്ഷെ ഞാൻ കിടന്നു നല്ല ഉറക്കമായിരുന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ സ്ഥിരം പോകുന്നത് മസ്കറ്റ് ഹൈവേ വഴിയാണ്. ആ വഴി എന്ന് വെച്ചാൽ ജസ്റ്റ് സ്ട്രെയിറ്റ് ആണ്, പ്ലെയിൻ റോഡാണ്. അതായത് നമ്മുടെ ഇടവും വലവും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് മലകളും മരുഭൂമി മാത്രമായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഒറ്റ വിടലാണ്, വെച്ച് പിടിക്കലാണ് ബോർഡർ വരെ. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ചുറ്റും ബിൽഡിങ്സ് ഉണ്ട്, കടകളുണ്ട്, കുറച്ചും കൂടി ലൈവ്ലി ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വഴി പോകുന്നതും നല്ലത് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം, എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ആരും ഹെൽപ്പ് ചെയ്യാൻ പോലും ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ഒരു ലൈക്ക് സ്ട്രെയിറ്റ് ഇതാണ്. ഇവിടെ ആകുമ്പോൾ പറയുമ്പോൾ കുറേ ഷോപ്സും വണ്ടികളും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ലൈവ്ലി ആണ്. അതാണ് മെയിൻ വ്യത്യാസം അല്ലേ. പിന്നെ കുറെ വഴിയോര കച്ചവടങ്ങൾ ഒക്കെ കാണാം നമുക്ക്, ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ഒമാനി ഹലുവ ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര നമ്മൾ തുടരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അനീഷും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യുന്ന ഒരു യാത്രയാണ് ഈ ദുബായിക്ക് ബൈ റോഡ് പോകുന്നത്. കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ ഈ ഒരു യാത്രയുടെ ഇടയിൽ സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയുടെയോ ടി വിയുടെയോ ഫോൺ കോൾസിൻ്റെയോ ഒന്നും ശല്യമില്ലാണ്ട് ഞാനും അനീഷും ഞങ്ങളുടെ വിശേഷങ്ങളും പുറത്തുള്ള കാഴ്ചകളും പാട്ടും ഫുഡും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ തല്ലുകൂട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാര്യം എൻ്റെ വാ മിണ്ടാണ്ടിരിക്കില്ല. സോ നമ്മളിനി നമ്മുടെ ബ്രഞ്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് അല്ല, 12:30 കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ പാക്ക് ചെയ്തെടുത്ത ബ്രെഡ് ആൻഡ് ഓംപ്ലേറ്റ് കഴിക്കാൻ പോവാണ്. ഇതൊരു വളരെ ഗുഡ് ആൻഡ് സേഫ് ഓപ്ഷനാണ് ഗൈസ് ഇങ്ങനത്തെ ട്രാവലിനൊക്കെ. എങ്ങനെയുണ്ട് ഇവിടെ നോക്കി പറയോ? ബ്രെഡ് ഓംപ്ലേറ്റ് ആണ് ഗൈസ്, ആരുണ്ടാക്കിയാലും അടിപൊളിയായിരിക്കും. ഈ കാണുന്ന ടെൻറ്റ് കെട്ടിയേക്കുന്നതൊക്കെയും വഴിയോര കച്ചവടക്കാരാണ്. ഈ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. ഒരു 4 മണിക്ക് ശേഷം ഇവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഈ കവാടം കടന്നതോടെ നമ്മൾ സോഹാർ എൻട്രി ചെയ്യാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരുപാട് ബിൽഡിങ്സും വണ്ടികളും ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷേ നമ്മളിപ്പോൾ എക്സ്പ്രസ് ഹൈവേ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, ഒറ്റപ്പെട്ടൊരു വഴിയായിരിക്കും. പക്ഷേ നേരെ ഹൈവേ നമുക്ക് വെച്ച് പിടിക്കാനായിട്ട് പറ്റും. ഒമാൻ്റെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നല്ലോണം വെള്ളം കയറും. സോഹാർ അങ്ങനത്തെ ഒരു സ്ഥലമാണ്, നല്ലോണം വെള്ളം കയറും. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പ്രതിവിധിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഹോള് പോലെയുള്ളത് ഒരു ടണലാണ്. ഈ വെള്ളം നല്ലോണം നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ മഴയും വെള്ളവും ഇല്ലാത്ത സമയത്ത് അവർ 2 ടണലുകൾ ഓപ്പൺ ആക്കി കൊടുക്കും വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട്. വളരെ ചെറിയൊരു സ്പേസാണ്, കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന ചെറിയൊരു സ്പേസാണ്. ഈ വെള്ളം ഒഴുകി പോകുന്നത് നേരെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു പാടത്തിലേക്കാണ്. അപ്പോൾ ആ വെള്ളം ഈ പാടത്തുള്ള ആൾക്കാർക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. സോ അനീഷ് അങ്ങനെ സർവേക്കായിട്ട് പോയി. നമ്മൾ സർവേ ലൊക്കേഷനിൽ എത്തി. ഒരു കമ്മ്യൂണിറ്റിയാണ്, റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ഏരിയയിലാണ്. അപ്പം അനീഷ് സർവേക്കായിട്ട് പോയി. അപ്പം ഞാൻ എന്താ വണ്ടിയിൽ ഇരിക്കുകയാണ്. കുറച്ചു നേരം ഞാനൊന്ന് ഇറങ്ങി ഇത്ര നേരം നടന്നു, ഇത്ര നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട്. പിന്നെ എന്താ ഇത്തിരി നേരം ഞാൻ വാട്സപ്പ്, ഇൻസ്റ്റ ഷോർട്സ് ഒക്കെ തോണ്ടി. ഇനിയും സമയം എടുക്കും അനീഷ് വരാൻ. അപ്പോൾ ഞാനിരുന്ന് മൂവി കാണാൻ പോകുന്നു ഗായ്സ്. ആൻഡ് ഇപ്പോൾ സമയം 2:15 നമ്മൾ ദുബായ് എത്തുമ്പോൾ എന്തായാലും 7 മണിയൊക്കെ ആവും തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ ഗായ്സ്. അങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് പ്രാന്തായിട്ടുണ്ട്, എനിക്ക് മതിയായിട്ടുണ്ട്. അപ്പം അനീഷ് ഇപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞു സർവേ. അപ്പോൾ കുറച്ച് അങ്ങോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിക്കാനായിട്ട് പോകണം. അപ്പം ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, വണ്ടി ഓടിക്കുന്നു. യെസ് ഗായ്സ്, അങ്ങനെ അനീഷ് സർവേ കഴിഞ്ഞ് വന്നു. പക്ഷെ എനിക്ക് ഇരുന്ന് പ്രാന്തായിട്ടുണ്ട്.
അനീഷിൻ്റെ സർവേ കഴിഞ്ഞ് വരാൻ കുറേ സമയം എടുത്ത കാരണം ഇരുന്നിരുന്ന് എനിക്ക് ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രതിഫലമായിട്ട് അനീഷ് പറഞ്ഞു അടുത്ത് തന്നെയാണ് സോഹാർ സിറ്റി സെൻറ്റർ, നമുക്ക് അവിടേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ സോഹാർ സിറ്റി സെൻറ്ററിലേക്ക് ചെന്ന് അനീഷ് ഡ്രസ്സ് മാറാനൊക്കെ ചേഞ്ച് ചെയ്തു, വാഷ്റൂമൊക്കെ യൂസ് ചെയ്തൊന്ന് ഫ്രഷായി നേരെ ഫുഡ് കോർട്ടിലോട്ട് വിട്ടു. അവിടെ നിന്ന് ഫുഡും കഴിച്ചു, ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച ശേഷമാണ് നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തത്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി അന്വേഷിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ആൻഡ് നമ്മൾ ഓർത്ത് ഫുഡ് കോർട്ടിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് നമുക്ക് കഴിക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഷവർമ പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ആർ സിറ്റിംഗ് ഹിയർ. ഷവർമ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒമാൻ ഹത്ത ബോർഡറിലേക്കാണ്. നമ്മുടെ ഈ സോഹാ സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതാ ബോർഡറിൻ്റെ മുമ്പുള്ളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അനീഷ് ചായ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒമാൻ ബോർഡർ എത്തുന്നു. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് കൃത്യം. അപ്പോൾ നമ്മൾ രാവിലെ 11:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ആൻഡ് ഇപ്പോൾ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ ബോർഡർ എത്തണുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര സമയം എടുക്കുമോ എന്ന്. ബട്ട് ഒരിക്കലും എടുക്കില്ല ഗൈസ്. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ചുറ്റിയാണ് വന്നത്, അതുകൊണ്ടാണ്. നമ്മളെടുത്ത റൂട്ടിൻ്റെ പ്രോബ്ലം അല്ല. ഇന്ന് അനീഷിന് സർവേ ഉള്ളത് കാരണം നമുക്ക് വേറൊരു റൂട്ടും പിടിച്ച് വരേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി അനീഷിൻ്റെ സർവേ കാര്യങ്ങൾക്കായിട്ട് നമുക്കൊരു 2-2.5 മണിക്കൂറോളം അവിടെ സ്പെൻഡായി. പിന്നെ നമ്മൾ മോളിൽ കയറി ഒന്ന് ഫുഡ് കഴിക്കാനും ഫ്രഷ് ആവാനായിട്ടൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ പോയതുകൊണ്ടാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. നമ്മളിതാ അങ്ങനെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞു ചെയ്ത് നമ്മളിതാ ബോർഡർ എത്താറായി. ആൻഡ് എൻ്റെ മുഖത്തൊരു ഗ്ലോ കാണുന്നത് സൺകിസ്ഡ് ആണ് ഗൈസ്. എൻ്റെ നേരെ സൺസെറ്റ് എനിക്ക് കാണാം. ഞാൻ എന്താ നിങ്ങളെയും കാണിച്ചു തരാം. ആദ്യം നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതാണ് ഒമാൻ ബോർഡർ. അവിടെ നമ്മുടെ പാസ്പോർട്ട് കോപ്പി, ID കോപ്പീസും മുൽക്കിയ കോപ്പിയും കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതാണ് നമ്മുടെ ഹത്ത ദുബായ് ബോർഡർ. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ദുബായിൽ റെസിഡൻഷ്യൽ വിസ ആയിരിക്കണം. വിസിറ്റ് വിസ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറി ക്ലിയറൻസ് വാങ്ങിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ കസ്റ്റംസ് ചെക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പൺ ആക്കി തരും. നമുക്ക് ബൈ റോഡ് ദുബായിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങോട്ട് പോകുമ്പോഴായാലും തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴായാലും വണ്ടി പോകുമ്പോൾ വണ്ടി ആരുടെ പേരിലാണോ ആ പേഴ്സൺ വണ്ടിയിൽ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ബാങ്ക് ലോണോ അല്ലെങ്കിൽ റെൻ്റേ വണ്ടി ആണെങ്കിൽ അതാത് ബാങ്കിൽ നിന്നും റെൻ്റേ കാർ കമ്പനിയിൽ നിന്നും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബോർഡർ അവർ ക്രോസ് ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ നമ്മൾ ഹത്ത എൻ്റർ ആയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അടുത്ത വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന നഗറ്റ്സും ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ കഴിച്ചു. നമ്മൾ ഹത്ത കയറി നേരെ മല്ലിഹ റോഡ് വഴി നമ്മൾ നേരെ ഷാർജയിലേക്കാണ് പോകുന്നത്. വേറെയും പല റൂട്ട്സ് ഉണ്ട്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി ഈസിയസ്റ്റ് റൂട്ട്, അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷാർജയിൽ അൽത്താവുൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ ബ്രദേഴ്സ് എന്നെ വെൽക്കം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഗൈസ് ഒരു ഹായ് പറയാമോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ? ഹായ് ഹായ് പറ, ഹായ് പറയടാ. നോക്കൂ, എൻ്റെ അമ്മ എന്നെ വെൽക്കം ചെയ്യാനായി കാത്തിരിക്കുന്നു. നോക്കൂ ചിറ്റ എന്നെ വെൽക്കം ചെയ്യാൻ കാത്തിരിക്കുന്നു. അല്ല ഗായ്സ്, നമുക്ക് അത്യാവശ്യം ഒരു പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്ന് കയറി 10 മിനിറ്റ് ഇരുന്നുള്ളൂ. അപ്പോൾ സ്വാതിയും അനീഷും താഴെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ലെറ്റ്സ് സീ സ്വാതി. ഗൈസ്, ഇവളെന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഹായ് ഹായ് പറയേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, അത് ചോദിച്ചത് അതായിരിക്കണം. സൂം ചെയ്ത് ഞാൻ കാണിക്കാം നിങ്ങളെ. ചിറ്റ കമ്പിത്തിരി. ഓക്കെ നോക്ക്
ഓക്കെ നോക്ക്, ഞാൻ നിങ്ങൾക്ക് അഗർബത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്റെ സെലക്ഷൻ ആണ്. ആൻഡ് ഇത് ഒമാനിൽ വന്ന ഒരാൾ വാങ്ങിച്ചിട്ട് നല്ല ഡിവൈൻ സ്മെല്ലാന്ന് പറഞ്ഞത്. അങ്കിളും ത്രൂ സാധനങ്ങൾ കാണാനായിട്ട് ലൈവായിട്ട് അങ്കിളെ യൂട്യൂബിൽ വരുവേ. ഹായ് അങ്കിൾ. ഓക്കെ കേക്ക്, ഇത് ഒരു ഡിവൈൻ സ്മെല്ലുള്ളതാണ്, നിങ്ങൾ കത്തിച്ച് നോക്കണം. ഓക്കെ. ആൻഡ് ഇത് പണ്ട് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ഞാനും സ്വാധീനം കഴിച്ചിട്ടുണ്ടാവില്ല. പുളിമിഠായി കാണിച്ചോ ഇങ്ങോട്ട്, അമ്മ നോക്കട്ടെ, കാണിച്ചു തിരിച്ച്. ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് സ്വാധിക്കാൻ അമ്മയ്ക്കില്ല പേട. ചിറ്റ കഴിക്കുന്നില്ല ഇപ്പൊ, ഇതൊന്നും ചിറ്റയും കഴിക്കുന്നില്ല. അങ്കിളെ പേട ഞാൻ പോണ ചിറ്റ. അങ്ങനെ ഫ്രൈഡേയിലെ എൻജോയ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ സാറ്റർഡേ ആയി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഇറങ്ങിയത് ഗാർഡനിലേക്കാണ്. ഇവിടെ സ്വാതിക്കും അമ്മയ്ക്കും ഗാർഡനിങ് ഭയങ്കര പ്രാന്താണ്. അതുകൊണ്ട് തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് ഒരുപാട് ചെടികളുണ്ട്. അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ അമ്മയും സ്വാതിയും കൂടി കാത്ത് സൂക്ഷിച്ച് ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും ഇച്ചുച്ചിറ്റ നല്ല യമ്മി ആയിട്ടുള്ളൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വെജ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, സാലഡ്, പപ്പടം, അച്ചാർ ഒക്കെ കൂട്ടി വയറ് നിറയെ ഫുഡ് കഴിച്ചു. ചിറ്റയുടെ ഫുഡൊന്നും പറയാനില്ല, എനിക്കിപ്പോഴും കൊതി വരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ ഇന്ന് ഒരു സാറ്റർഡേ ആണ് ഗായ്സ്. ഇന്നലെ നമുക്ക് ശരിക്കും ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ തേഴ്സ്ഡേ രാത്രി ആയപ്പോഴേക്കും എത്തിയിട്ട് ഇന്നലെ ഞങ്ങൾക്ക് ഫ്രൈഡേ ആയിട്ട് രാവിലെ ഞങ്ങൾക്ക് 4 o'clock തുടങ്ങിയ ഡേ ഇറ്റ് ലിറ്ററലി എൻഡഡ് ബൈ നൈറ്റ് 1 o'clock. എൻ്റെ ഫ്രണ്ടിനെ കാണാനായിട്ട് കാനഡയിൽ നിന്ന് വന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗായ്സ് അലോയിഷനെ കാണാനായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇടാം. അത് കഴിഞ്ഞു, ഡിന്നറൊക്കെ കഴിഞ്ഞു വന്ന് കിടന്ന് ഉറങ്ങിയത് രാത്രി 1 മണിക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു. ഇനിയൊരു കുട്ടി ഷോപ്പിങ്ങും കുറച്ച് സലൂണിൽ പോയി നമുക്കൊരു മേക്ക് ഓവർ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ആയിട്ട് പോവാണ്. അപ്പം അമ്മ, ഞാൻ, ചിറ്റ ഞങ്ങൾ ലേഡീസ് ഉള്ളി മാത്രമായിട്ടൊന്ന് പോവാണ്. അപ്പോൾ പോയിട്ട് വരാം. ഹേയ് ഗായ്സ്, അമ്മ നമ്മൾ ഷോപ്പിങ്ങിന് പോകണോ? ഹായ് പറയാം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട്. Hey! Look at Swati Moon. Say hi guys. Hi guys. Hi. എൻ്റെ ഒരു നല്ല ഷോപ്പിംഗ് പാർട്ട്ണറാണ് എൻ്റെ അമ്മ. എനിക്കും അമ്മയ്ക്കും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ രണ്ടാളുടെയും ടേസ്റ്റ് ആയാലും പല കാര്യങ്ങളിലും ഒരേപോലെ തന്നെയാണ്. അമ്മയ്ക്കാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോടൊരു വല്ലാത്ത ഇഷ്ടമാണ്. ഈ അച്ചുവിൻ്റെ അമ്മയിലെ ഉർവശി കൂർക്കെടുക്കാൻ പോണ പോലെയാണ്. എവിടെ കണ്ടാലും ഒരു നോൺ സ്റ്റിക്ക് പാത്രം അമ്മയ്ക്ക് വാങ്ങിക്കണം. അമ്മയുടെ പാത്രങ്ങളുടെ കളക്ഷൻ തന്നെ കാണണം ഗൈസ്. ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞങ്ങൾ എന്തായാലും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എനിക്കും കല്യാണം കഴിഞ്ഞ ശേഷം ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കാണുമ്പോൾ വണ്ടി ഒരു സൈഡ് വലിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുബായിൽ ഒരുപാട് നല്ല ഓഫേഴ്സ് ഉള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടി കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ ഷോപ്പ് ചെയ്തു. ചിറ്റയും ഞങ്ങൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു. ഈ സ്വാതിക്ക് അതൊന്നും ഇൻട്രസ്റ്റ് അല്ലാത്തതുകൊണ്ട് കമൻ്റ് അടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. സ്വാതി ജങ്ക് എടുക്കാറില്ല, കണ്ട ഫുൾ പൊക്കോ ബില്ലടിക്കാൻ. നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ ഈ ഒരു മോര് എന്തായാലും ട്രൈ ചെയ്യണം ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഭയങ്കര അഡിക്റ്റഡ് ആയി പോകും. അങ്ങനെ ആ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വെജ് മീ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. എല്ലാവർക്കും ടീയും സ്നാക്സൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു മൂഡായിരുന്നു. അപ്പോൾ നമ്മൾ കോഫി, ടീ, സ്നാക്സ് ആയിട്ട് പക്കോട, ബജീസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ച് നേരെ സലൂണിലേക്ക് പോയി. സലൂണിൽ ചെന്ന് നമ്മൾ കുറച്ച് മിനുക്കുപണികളൊക്കെ ചെയ്തു. ഞാനൊരു ഹെയർ സ്പാ ചെയ്തു, പെഡിക്യൂർ ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി. പിന്നെ ആസ് യൂഷ്വൽ ഡിന്നർ കഴിച്ചു ആൻഡ് ഒരു മൂവി നൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കിടന്നു. സൺഡേ എന്ത് ഡേറ്റാ? 19. I don't know. No, today's 20. Yeah. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ആക്ച്വലി പറഞ്ഞാൽ അമ്മയും ചിറ്റയും എല്ലാവർക്കും ഇവിടെ നമുക്കൊരു എന്താണ്
16th ഡേ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ അതായത് മറ്റേ 16 അടിയന്തരം. അപ്പം അതുണ്ടായിരുന്നു. അപ്പം അതിന് പോയിരിക്കുകയാണ്. അപ്പം ഞാനും സ്വാതയും കൂടിയിട്ട് ഞങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു റിച്വലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളെ കാണണം എന്ന്. അപ്പോൾ ആളെ കാണാൻ പോവാണ്. ആൻഡ് ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. ആൻഡ് ഉറക്കപ്പിച്ച് മാറാത്തതിൻ്റെ ഒരു ഇത് എൻ്റെ മുഖത്തുണ്ട്. സോ അത് പിന്നെ അത് ലിപ്സ്റ്റിക്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പുട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംസാരിച്ചിരുന്നു അമ്മയും ചിറ്റിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിരുന്നു. അത്ര സമയമായി. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പോവാം. ഇന്ന് അത്രയ്ക്കേ ഉള്ളൂ. ആൻഡ് ഇന്ന് നമ്മൾ തിരിച്ചു പോകും ഒമാനിലേക്ക്. അപ്പം അമ്മയും ചിറ്റിയെ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് ഗൈസ്. എനിക്ക് ഇനി ഒരാഴ്ചത്തേക്ക് അടുക്കളയിൽ കയറണ്ട അല്ലേ? അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. നമ്മൾ ആരെ കാണാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗോ. പോവാനിറങ്ങിയപ്പോഴേക്കും അത്ര നേരം വരുന്നില്ല എന്ന് പറഞ്ഞ അനീഷും കൂടി ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തായിരുന്നു ഫുഡ് അടിക്കാൻ പോകാനായിട്ട്. Yes. Hello to subscribers. How are you all? I hope you guys are doing good. ഗൈസ്, ഇവരെ കാണാനാണ് നമ്മൾ വന്നേ. ആക്ച്വലി ഇവരെ കാണാനല്ല, ഇവന്റെ അടുത്ത് നിന്ന് അനീഷന്റെ അമ്മ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. അത് വായിക്കാനാണ് ഇവരെ കാണാൻ വന്നത്. ഹിയർ ഗൈസ്, അനീഷന്റെ അമ്മ തന്നിട്ട സാധനം വാങ്ങിക്കൽ ആണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഞാൻ ഈ ചെക്കനോട് പറഞ്ഞതാണ് നമുക്ക് മാക്ഡൊണാൾഡ്സ് കഴിക്കാൻ പോകുന്നത്. Why did you want to eat dosha? Because I'm not very fond of McDonald's. You like dosha? Yes, I love dosha. Yeah, and we ordered masala dosa. Say something. Hi guys, so this is Chaturnath and this is my sister here. Yeah. It was a good food. Breakfast? It was masala dosha was okay, vada was okay, but all down it was like very good. Yeah. Alright, and it was her treat, so very happy and satisfied. And guys, subscribe. Yeah. അങ്ങനെ ഞാനും സ്വാതിയും കൂടി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അവിടെ അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള വേറൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങാറായപ്പോഴായിരുന്നു അവിടെ പ്ലാന്റ്സ് വെച്ചിരുന്നത്. എൻ്റെ വീട്ടിൽ സ്വാതിക്കും അമ്മയ്ക്കും ചെടികളോട് പ്രാന്തുള്ളത് പോലെയാണ്. അനീഷിന് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് ഷോപ്പിംഗ് ഒക്കെ ഒരു കണക്കിന് വൈൻഡപ്പ് ചെയ്ത് നേരെ വീട്ടിൽ പോയി ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ പാക്കിംഗ് തുടങ്ങി. എന്താണ്ട് ഒരു മാസത്തേക്കാണ് വന്നതെന്ന്, 4 ദിവസത്തേക്കുള്ളതാണ്. അതിലും കൂടുതൽ സാധനങ്ങളായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ട്. ഷോപ്പ് ചെയ്തത് കുറേ ഉണ്ട്, ഫുഡ് കുറേ ഉണ്ട് കൊണ്ടുപോകാൻ. This is how girls go back from their home. Yeah, shut up and get lost. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും അമ്മയും ചിറ്റയും കൂടി ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒമാനിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഒരു ചട്ടി നിറയെ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മട്ടൻ കറി ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ് മട്ടൻ. പിന്നെ ചിറ്റ ഇന്നലെ ഉണ്ടാക്കിയ വെജ് ബിരിയാണിയും കൂടി എനിക്ക് പാത്രത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് ചാള വറുത്തയും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ പാഴ്സലാക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒമാനിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാനായിട്ട് നമുക്ക് നഗറ്റ്സും ഫില്ലറ്റ്സും കബാബും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ സാധനങ്ങളും ഇതേപോലെ പാത്രത്തിലാക്കി തന്നിട്ടുണ്ട്. മട്ടൻ കറി, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, മോര് കാച്ചിയത്, മോര്, അതൊക്കെ നമുക്ക് ഇതേപോലെ പേരെഴുതി നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അത് ആദ്യത്തെ ദിവസം എന്തെടുക്കണം, രണ്ടാമത്തെ ദിവസം എന്തെടുക്കണം, മൂന്നാമത്തെ ദിവസം എന്തെടുക്കണം, അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞതാ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഗൈസ്, പ്ലം ഉപ്പിലിട്ടത്. സ്വാതി പ്ലം വാങ്ങിച്ചപ്പോൾ നല്ല പുളിയായി പോയതുകൊണ്ട് അവൾ നേരെ അതെടുത്ത് ഉപ്പിലിട്ടു എന്നോട് കൊണ്ടുപോയി ട്രൈ ചെയ്യുമെന്നും പറഞ്ഞതാ ഇതും കൂടി നമുക്ക് തന്നുവിടുന്നുണ്ട്.
എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറായപ്പോഴേക്കും ചിറ്റ എനിക്കൊരു പാത്രത്തിൽ ചോറും കൂടി ആക്കി തന്നായിരുന്നു. ഇനി രാത്രി പോയിട്ട് ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് നമുക്കിതെല്ലാം ഉണ്ടാക്കി തന്നതാ. ഇതാണ് ഞങ്ങളുടെ ജിഷു ചിറ്റ. വീട്ടിൽ ഞങ്ങൾ ഇച്ചു ചിറ്റ എന്ന് വിളിക്കും. ഇതെല്ലാം ഉണ്ടാക്കി തന്നത് ഇച്ചു ചിറ്റയാണ്. ഈ തവണ അമ്മയുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവായിരുന്നു. കാര്യം അമ്മയ്ക്ക് ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. ചിറ്റ ലീവ് എടുത്താണ് എനിക്കിതെല്ലാം ഉണ്ടാക്കി തന്നത്. ഇതൊക്കെ ആക്കിയതാ ഇതേപോലെ നമുക്ക് പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി തന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് മനസ്സിലൊരു ഭയങ്കര ഇമോഷൻ, സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെയോ ചേർന്നൊരു ഇമോഷൻസ് ഉണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവരുടെ ഒരു സ്നേഹമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളും വാങ്ങിച്ച സാധനങ്ങളും ഫുഡും ഒക്കെ എടുത്തതാ നമ്മൾ ഇറങ്ങാണ്. സ്വാതു എന്നെ യാത്രയാക്ക്. Bye, Sro. Every time you go, I'm sad, but it's okay. That's how life is. I'm not crying. സൂരു ഗൈസ് റൂ കരഞ്ഞു പോണ്. Why are you crying? No, this is sad. Bye ചേട്ടാ. Thank you. Thank you. Thank you. Bye bye ശ്രു. Bye. Yes guys, അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇപ്പോൾ സമയം 6:20 ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങണം എന്ന് വിചാരിച്ചത് 3 മണിക്കാണ്. പക്ഷെ അറിയാലോ താങ്ങി തൂങ്ങിയിട്ട് ഇങ്ങനെ നിന്ന് പിന്നെ എനിക്ക് വന്നാൽ സത്യം പറഞ്ഞാൽ പോരാൻ തോന്നാറേ ഇല്ല, പ്രത്യേകിച്ച് ഇവിടെ നിന്ന്. പിന്നെ വരാം ഇതേപോലെ ഇടക്കിടക്ക് ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്നും ഇത്ര ആൾക്കാരും ഒച്ചയും ബഹളത്തിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ അല്ലേ? യു ഹാവ് സംതിങ് ടു ടെൽ? സത്യം പറഞ്ഞാൽ എനിക്കിന്ന് ഭയങ്കര മടിയായിരുന്നു പോവാനായിട്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും എല്ലാവരും ഉണ്ട്. അതെ, ഞാനും നാളെ ലീവ് ആക്കിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ നാളെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുള്ളത് കൊണ്ടും ആണ് ഞാൻ പിന്നെ ലീവ് ആക്കാണ്ടിരുന്നില്ല. ഞാൻ ലീവ് ആക്കിയാണ് നാളെ ഒരു ദിവസം കൂടി. എന്താ ചെയ്യാൻ പോവാ, നമുക്ക് ഇടയ്ക്ക് വരാലോ. അങ്ങനെ ഒരു സമാധാനത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ചുറ്റായാലും എല്ലാ സാധനങ്ങളും ഒരാഴ്ചത്തേക്ക് നമുക്കെല്ലാം ഉണ്ടാക്കി തന്നു വിട്ടേക്കണം. ഫുഡ് ഐറ്റംസ് എല്ലാം സത്യം കേട്ടോ. ശരിക്കും അവരെ എന്താ വേണ്ടേന്ന് വെച്ചാല് ഇവരുടെ ജോലി, ഇവർക്ക് ജോലിക്ക് പോകണം, നാളെ കാര്യങ്ങളുണ്ട്, സ്വാധിക്കായാലും ഉണ്ട്. പക്ഷെ എല്ലാവരും എല്ലാം എനിക്ക് ചെയ്ത് തന്ന്, കുട്ടികളായാലും ഒക്കെ എല്ലാവരും കൂടി ഇങ്ങനെ യാത്ര ആക്കോളൂ. ഇതിപ്പോ ഒരു 3 വർഷമായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടെങ്കിലും ഇതേപോലെയാണ്. പിന്നെ എല്ലാവരും കേട്ടോ ഞങ്ങൾ വന്നാലും കാണാനായിട്ട്, പപ്പു ആയാലും ലക്ഷ്മി ആയാലും എല്ലാവരും വരും. ലൈക്ക് അങ്ങനെയാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോ ഒരു വിഷമമാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നാളെ ഞാൻ ശരിയാവും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ 6:20 ആയപ്പോ ഇറങ്ങിയിട്ടുണ്ട് ഷാർജയിൽ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മസ്കറ്റ് ഹൈവേ എടുത്താ പോണത്. അപ്പൊ നമ്മൾ എപ്പോഴേക്കും എത്തുമെന്ന് കാണാം. ഇവിടെ ഒരു ചെറിയ ട്രാഫിക് ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞ ഈ വ്ളോഗ് എടുക്കുന്ന തന്നെ എന്റെ മൈൻഡ് ഒന്ന് മാറ്റാനാണ്. സത്യം പറഞ്ഞ അതെനിക്കൊരു ചെറിയ റിലീഫ് തരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും ദുബായിൽ വന്ന് പോകുമ്പോഴേക്കും വല്ലാത്തൊരു വിഷമമാണ്. എനിക്ക് തിരിച്ച് പോകാനേ തോന്നാറില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. എൻ്റെ അമ്മ എന്നെ ഭയങ്കരമായിട്ട് ഓക്കെ ആക്കാൻ നോക്കട്ടോ. കരയരുത്, സന്തോഷമായിട്ട് പോയിട്ട് വരണം, ഇനിയും വരാലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭയങ്കര ബോൾഡ് ആക്കാൻ നോക്കും. പക്ഷേ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാറാകുമ്പോഴേക്കും അമ്മയുടെ കണ്ണൊന്ന് നിറയും. കണ്ണ് നിറയാണ്ട് ഇതുവരേക്കും അമ്മയ്ക്ക് എന്നെ ഒമാനിലേക്ക് യാത്രയാക്കാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആവുമല്ലേ. അവരുടെ കണ്ണൊന്ന് നിറയാണ്ട് മനസ്സൊന്ന് പിടക്കാണ്ട് ഒരിക്കലും നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് യാത്രയാക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികൾക്കും അതേപോലെ പെൺകുട്ടികളുള്ള അമ്മമാർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഇടണം. ചിലവരൊക്കെ എന്നെ പോലെ കരയും, ചിലവരൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കും. സ്വാതിയൊക്കെ അതേപോലെയുള്ള ആൾക്കാരാട്ടോ. എത്ര വിഷമം വന്നാലും പിടിച്ചിരിക്കും. പക്ഷെ ഞാനും അമ്മയൊക്കെ ഒന്ന് പൊട്ടിപ്പോവും. അങ്ങനെ നമ്മൾ ബോർഡർ എത്തി. എൻ്റെ ഇടയിൽ ഞാൻ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി ഗൈസ്, സങ്കടമൊക്കെ മാറ്റാനായിട്ട്. നമ്മൾ ഹത്ത ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ നേരെ ഒമാൻ ബോർഡറും ക്രോസ് ചെയ്തു. നമ്മൾ ദുബായിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോഴേക്കും പെർ പേഴ്സൺ 35 dirhams വെച്ചിട്ട് എക്സിറ്റ് ഫീ പേ ചെയ്യണം കേട്ടോ. നമ്മൾ ദുബായ് ഹത്ത ബോർഡർ ക്രോസ് ചെയ്തു. അങ്ങനെ ഒമാൻ ബോർഡറും ക്ലിയർ ആയി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല ബോർഡറിൽ. യൂഷ്വലി ഇങ്ങനെ ഹോളിഡേയ്സ് ആയിട്ട് പബ്ലിക് ഹോളിഡേയ്സ് വരുന്ന സമയങ്ങളാണ് തിരക്ക്. ഇതിപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. ഈ സമയം ആയതുകൊണ്ട് ഈസി ആയിട്ട് എല്ലാം ക്ലിയർ ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റിൽ നമുക്കൊരു പമ്പുണ്ട്. അവിടെ ഒന്ന് കയറി ഒന്ന് റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നേരെ
സോ നമ്മളങ്ങനെ ഒമാൻ കയറിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ 6:20 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 8 ആയപ്പോഴേക്കും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു 1.5 hour അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ബോർഡർ വരെ. 1.5 മണിക്കൂർ. ഓക്കെ. ഒരു 3 hours സ്ട്രേറ്റ് ഡ്രൈവാണ് നമ്മുടെ വീട്ടിലോട്ട്. 3 മണിക്കൂറുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേ ആണ് എടുത്തത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെടുത്തത് സോഹാർ റൂട്ടായിരുന്നു. അപ്പോൾ എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ വെച്ചടിച്ച് നമുക്കൊരു 120-140 സ്ട്രേറ്റ് റോഡാണ്. നമുക്ക് അവിടുത്തെ പോലെ കുറച്ച് ചുറ്റി വളഞ്ഞ് അങ്ങനെയൊന്നും പോകണ്ട. പക്ഷേ ആള് മാഞ്ചാന്തി കുറച്ച് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. ലൈക്ക് കുറച്ച് ഹൊറർ ടൈപ്പ് റോഡായിരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ. കേട്ടോ, പകലൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം ഇതാകുമ്പോൾ ഒറ്റയടിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് പോവാം. അതാണ്. പിന്നെ ഇനി ഞങ്ങൾ എന്തെങ്കിലും മൂവി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കും. നമുക്ക് നല്ല നഗറ്റ്സും കബാബൊക്കെ പാക്ക് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിക്കും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് പറയാം. ലൈറ്റ് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കും. കണ്ടോ? ആൻഡ് പുറത്ത് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഏരിയയിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനെ വെളിച്ചം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനാട്ടോ. അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് പൊക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉന്തിത്തള്ളി വിടും. ഞാനൊരു ഹൊറർ മ്യൂസിക്കൊക്കെ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത്ര പേടിക്കാനായിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി കഴിയുമ്പോഴാണ് കുറച്ച് ടെറർ ആവണത്. അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ നമുക്ക് തന്നു വിട്ട ഫുഡൊക്കെ നമ്മൾ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു മൂവിയൊക്കെ ഇടും. ഞാൻ മൂവി കാണും, അനീഷ് മൂവി കേൾക്കും. നമ്മൾ ഏതെങ്കിലും കണ്ട മൂവി തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ മൂവി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റൂവിയിലെത്തി ഗൈസ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഞാനും അനീഷും കൂടി അങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഫ്ലാറ്റിൽ കയറ്റിയിട്ടുണ്ട്. തന്നുവിട്ട കറികളൊക്കെ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. സ്വാതി നമുക്ക് ഇമോജിയൊക്കെ വരച്ച് നല്ല ക്യൂട്ടായിട്ട് എഴുതി തന്നിട്ടുണ്ട് അല്ലേ? യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഒമാനിലെ വീട്ടിലെത്തി. ഇപ്പം സമയം 12 മണിയായി. ഞങ്ങളൊരു 11:20-21 ആ ടൈം ആയപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാൻ മാപ്പിൽ സമയം നോക്കിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വാങ്ങിച്ച സാധനങ്ങളും അമ്മയും ചുറ്റയും കൂടി ഉണ്ടാക്കി തന്ന സാധനങ്ങളും സ്വാദ് വിട്ട സാധനങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവന്നു. ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ എല്ലാം വെച്ചു. പിന്നെ ഒതുക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ തന്നെ ഇട്ടല്ലോ. ഇനി നാളെ മറ്റന്നാളൊക്കെ ഇട്ടൊക്കെ ഒതുക്കാം. അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നമ്മളിതാ ഡിന്നറൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഓൾറെഡി ചോറും കറികളൊക്കെ തന്നു വെച്ചിട്ടുണ്ടായിരുന്ന കാരണം ഞാൻ അനീഷും ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് വെരി 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 ടയേർഡാണ്. അപ്പോൾ അനീഷിന് നാളെ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ടും ഞങ്ങൾ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. എൻ്റെ കണ്ണ് ശരിക്കും ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദുബായ് ടു ഒമാൻ ട്രിപ്പ്, അല്ലെങ്കിൽ ഒമാൻ ടു ദുബായ് ട്രിപ്പ്. ഇപ്പോൾ 2 ദിവസം 3 ദിവസമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ആയിരിക്കും മിക്ക സമയങ്ങളും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഷോപ്പിങ്ങും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരലും അങ്ങനെയൊക്കെ ആയിട്ട്. ആൻഡ് നല്ലൊരു ജേണിയാണ്. എന്താ പറയുക, അങ്ങോട്ടുള്ള റോഡ് ട്രിപ്പ് ആയാലും ഞാനും അനീഷ് ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോസായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ, ടേക്ക് കെയർ ഗായ്സ്.